എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരച്ചി മീൻ കറി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ തിരച്ചി മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ 1 മുറി തേങ്ങ തിരുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ തിരുകി വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. തേങ്ങ ഇപ്പോൾ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഈ സമയത്ത് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള ഒരു ഉരുള പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി എടുത്തത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ, 3 പച്ചമുളകെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തത് ഇനി ഒന്ന് അരച്ചെടുക്കാം. അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. നല്ല പോലെ അരഞ്ഞ് കിട്ടണം. കൂട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് ഇനി പച്ച മണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുക്കുക. പച്ച മണം മാറി നല്ല ഒരു മണം വരുന്നവരെ വറുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. മല്ലി നല്ലപോലെ മൂത്തതിന് ശേഷം ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വറുക്കേ വേണ്ടൂ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അരിഞ്ഞ് വെച്ച ടൊമാറ്റോയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൂട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇതിന് നല്ല പോലെ തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഒന്ന് നോക്കിയിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. നല്ല തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോഴേ കഷ്ണങ്ങൾ വേകും. നല്ലപോലെ 5 മിനിറ്റ് തിളച്ചതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഇട്ടേക്കുമ്പോൾ കറി നല്ലപോലെ തിളച്ച് കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും.
ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഒരു സ്പൂണ് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.